ഹായ്, ഞാനിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറിയാണ് കാണിക്കുന്നത് കേട്ടോ. അത് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കറിയാണ് ഫിഷ് മാംഗോ കറി. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് എനിക്കൊരാൾ ഈ റെസിപ്പി പറഞ്ഞു തന്നതാണ് കേട്ടോ. അതേ സ്റ്റൈലിലാണ് വെച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഫിഷ് മാംഗോ കറി ഇഷ്ടമുള്ളവർ ഇതുപോലെ വെച്ച് നോക്കുക. അതിനായിട്ട് നമ്മൾ ചട്ടിയിൽ വെക്കുന്നതാണ് മീൻ കറി എപ്പോഴും ടേസ്റ്റ്. മൺചട്ടി ഉണ്ടെങ്കിൽ അതിൽ വെക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോഴും നമ്മൾ ചട്ടി വെച്ച് ചൂടായതിന് ശേഷം ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് വെളുത്തുള്ളി ഒരു 3 കഷ്ണവും ഇഞ്ചി 1 കഷ്ണവും എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് അതിലിടാം. എന്നിട്ട് അതിലിട്ട് വഴറ്റാം. ക്രഷ് ചെയ്തിട്ടാലും മതി. നമ്മളതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 1 കപ്പ് ചെറിയ ഉള്ളി ചേർക്കണം. ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് കൂടുതൽ. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവാള ചേർത്താലും മതി. ചെറുതായിട്ട് അരിഞ്ഞിട്ട് സവാള ചേർക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് വഴണ്ട് വരണം. അപ്പോഴത്തേക്ക് നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞതിടാം. എന്നിട്ട് 1 തക്കാളി ഇങ്ങനെ കീറി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞതും ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റാം. കുറച്ചങ്ങ് വഴണ്ട് വന്നാൽ മതി. ഇപ്പോൾ എല്ലാം ഒന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. വേറെ പ്രത്യേകിച്ചൊന്നും ചേർക്കുന്നില്ല. 1.5 സ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളത്തിൽ കലക്കിയാണ് ചേർത്തിരിക്കുന്നത്. അല്ലെങ്കിൽ തീ അണച്ചതിന് ശേഷം പൊടികൾ ചേർക്കാം. ചിലപ്പോൾ പൊടി കരിഞ്ഞു പോവും, കയ്പുണ്ടാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർത്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് വെള്ളത്തിൽ കലക്കി ചേർത്താൽ അത്ര ഇതുണ്ടാവില്ല. എന്നിട്ട് നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കണം. 2ാം പാൽ ഒഴിച്ചാൽ മതി കേട്ടോ. തേങ്ങാപ്പാൽ നമ്മൾ 1 തേങ്ങ പിഴിഞ്ഞ് വെച്ചിട്ട് അതിൽ 2ാം പാൽ എടുത്തിട്ട് അതിൻ്റെ 1 കപ്പാണ് ഇതിൽ ആദ്യം ചേർക്കേണ്ടത്. പിന്നെ 1 കപ്പ് കട്ടിപ്പാൽ ലാസ്റ്റ് ചേർക്കണം, അത് പറയാം. പിന്നെ വന്നിട്ട് നമ്മളത് തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഇതിൽ മെയിനായിട്ട് ചേർക്കുന്നത് പച്ചമാങ്ങയാണ് കേട്ടോ. അങ്ങനെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നീളത്തിൽ നല്ല ഇതായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകി വാഷ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ ചേർക്കാം. കുറച്ച് ചൂടുവെള്ളവും ചേർക്കാം, അത് വേകുന്നതിന് വേണ്ടിയിട്ട്. ഇത് പുളിയുള്ള മാങ്ങയാണ്. നിങ്ങൾക്ക് പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ നമുക്ക് കുറച്ച് പുളിയും കൂടെ ചേർക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. ഈ മാങ്ങ കറി മാത്രമായിട്ട് കഴിക്കാൻ കൊള്ളാം. മീൻ വെക്കാതെ തന്നെ മാങ്ങ മാത്രമായിട്ടും നമുക്ക് കഴിക്കാം. അങ്കമാലി മാങ്ങ സ്റ്റൈലിലുള്ള മാങ്ങ കറിയാവും അപ്പോഴത്തേക്ക്. പിന്നെ വന്നിട്ട് നമുക്കിത് വേകുന്നതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. മാങ്ങ നല്ല വെന്ത് പോകണ്ട. പകുതി വേവാകുമ്പോൾ തന്നെ നമുക്ക് മീൻ ചേർക്കണം. ഇപ്പം നമുക്ക് നോക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ മാങ്ങയൊക്കെ വെന്ത് വരും. പകുതി വേവാവും, അല്ലെങ്കിൽ കുടുങ്ങിപ്പോവും മാങ്ങ. ഇനിയിപ്പം നമുക്ക് ഫിഷ് ചേർക്കാം കേട്ടോ. മീൻ ചേർക്കാം. ഇത് പാര മീനാണ് എടുത്തിരിക്കുന്നത്. നെമ്മീൻ ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏത് ഫിഷും ഇങ്ങനെ വെക്കാം. ഇതിപ്പം പാര മീനാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് മീനും ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. പതുക്കെ ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചട്ടി വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുത്താലും മതി. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് പാൽ ചേർക്കണം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പാൽ ചേർക്കാം. ഉപ്പും നോക്കണം കേട്ടോ. ഉപ്പില്ലെങ്കിൽ ഉപ്പും ചേർക്കാം. ഇനി നമ്മൾ അവസാനം വന്നിട്ട് 1 കപ്പ് കട്ടിപ്പാൽ ചേർക്കാം കേട്ടോ. പാലും ചേർത്തതിന് ശേഷം ചെറിയൊരു തിള വന്നാൽ മതി, നല്ല തിളയ്ക്കണ്ട. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്ക് എടുക്കണം. ലാസ്റ്റ് അവസാനമായിട്ട് നമ്മൾ 1 തക്കാളി അരിഞ്ഞതും
ഒരു 4-5 കഷ്ണം ഇട്ടാലും മതി. ഒരു തക്കാളി, 2-3 പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്ക് അടച്ച് വയ്ക്കണം. അടച്ച് വെച്ചിട്ട് നമുക്ക് എടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തി, അപ്പം, ചോറ് എല്ലാത്തിനും ഈ ഫിഷ് കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഇതേ രീതിയിൽ ഫിഷ് മാംഗോ കറി ഉണ്ടാക്കി നോക്കുക. ഹോട്ടലിലൊക്കെ പോയാൽ നമ്മൾ ഫിഷ് മാംഗോ കറിയാണ് കഴിക്കാറ്. ഫിഷിൻ്റെ വാങ്ങുന്നെങ്കിൽ നമ്മൾ ഫിഷ് മാംഗോ കറിയാണ് എനിക്ക് നല്ല ഇഷ്ടമുള്ളത്. ഓരോ ഹോട്ടലിലും ഓരോ ടേസ്റ്റായിരിക്കും നമ്മൾ ഈ കറി കഴിക്കുമ്പോൾ. ഇത് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഫിഷ് കറി എപ്പോഴും ഒരേ ടൈപ്പിൽ വെക്കാതെ ഇതേപോലെ വെച്ച് നോക്കുക. മാംഗോ കിട്ടുമ്പോൾ മാംഗോ ഇട്ടിട്ട് വെക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. പച്ചമാങ്ങ കിട്ടുമ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുക. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മാംഗോ കറി റെഡിയായി. ഇതിൽ ഉലുവ ചേർത്തിട്ടില്ല. വേണമെങ്കിൽ ഉലുവയും നമുക്ക് പൊടിച്ചും മീതെ കുറച്ചിടാം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റും ലൈക്കും സബും തരണം കേട്ടോ. മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.